പിന്നെ സ്ഥലം നമുക്ക് പ്രതീക്ഷിച്ചതുപോലെ പൈസ ആയിട്ടില്ല. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് പറയാം. അല്ല ഇടങ്ങാറാക്കണ്ട. അല്ലെങ്കിൽ ഏതൊക്കെ തരും നിങ്ങൾ ഇൻഷാ അല്ലാഹ്. ഇന്ന് വരെ ഉള്ള പരാജയപ്പെടുത്തിയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് പരാജയം നോക്കാൻ നിങ്ങൾ ജനസാഗരല്ലേ. നിങ്ങളെ മുന്നേ കൂടെ ബക്കറ്റ് വന്നോ? അതും വന്നിട്ടില്ല. ഒരു പൈസ എന്താ ഒരു ചോദിക്കണതാ? ഇല്ലേ ഓലെന്താ പൈസ വലിച്ചെറിയണതാ? അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ കേട്ടോ. നിങ്ങളാണ് ഇതിൻ്റെ വിജയം. അള്ളാഹു സ്വർഗം അള്ളാഹു വാജിബാക്കട്ടെ, നരകം അള്ളാഹു ഹറാമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ മുന്നേ 2 ആഴ്ച മുന്നേ ഒരു സഹോദരി തങ്ങളോട് വളരെ ഒരു ഫളില് പറയാനുണ്ട് എന്ന് പറഞ്ഞ് സമീപിക്കുകയുണ്ടായി. സാധാരണ എല്ലാവരും പറയണ പോലെയെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ തങ്ങളടുത്ത് പോയി തങ്ങളോട് പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നെ മനസ്സിലായോ വെച്ചു. അല്ല മനസ്സിലായിട്ടില്ല പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ വരത്തിൽ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഓക്സിജൻ വെച്ചിട്ടാണ് വന്നിരുന്നത്. ഉറങ്ങുമ്പോഴും ഏത് സമയത്തും ഓക്സിജനാണ് വെച്ചിരുന്നത്. അങ്ങനെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു തക്ബീർ ചൊല്ലണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വിഷയം അന്വേഷിച്ച് നോക്കുമ്പോൾ പിന്നെ കുടലിൽ ശ്വാസകോശത്തിൽ വലിയൊരു പ്രയാസം വന്നിട്ടുണ്ട്. അങ്ങനെ EMS-ലാണ് കാണിച്ചിരുന്നത്. 28 ദിവസം കൊണ്ട് 5 ലക്ഷം റുപ്യ ചെലവായിട്ടുണ്ട് തങ്ങളെ. അങ്ങനെ ഇവിടെ വരികയും ഓക്സിജനോടുകൂടി തങ്ങളുപ്പാനെ കണ്ട് അൽഹംദുലില്ലാഹ് നിർദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു. അൽഹംദുലില്ലാഹ് പോകുന്നതിൻ്റെ മുന്നേ EMS-ത്തെ ഡോക്ടർ പറഞ്ഞു, ഇനി ഇതിന് ചികിത്സ കേരളത്തിലും ചികിത്സ അല്ല, ബാംഗ്ലൂർ പോകണം. ബാംഗ്ലൂർ പോയിട്ട് എന്ത് വേണം? ബാംഗ്ലൂർ പോയിട്ട് 15 ലക്ഷം രൂപ കെട്ടിവെക്കണം. എന്നിട്ട് വേണം ഓപ്പറേഷൻ ചെയ്യാൻ. തങ്ങളുപ്പാനെ വന്ന് കണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് അൽഹംദുലില്ലാഹ് 1 രൂപ കെട്ടിവെക്കാതെ, ഓക്സിജൻ സിലിണ്ടർ വെക്കാതെ, മാസ്ക് വെക്കാതെ, മുഖത്ത് വെക്കാതെ തങ്ങളുപ്പാനെ വന്ന് കാണുന്ന കാഴ്ചയാണ് കാണുന്നത്. ഭയങ്കര ആ ഫളിലൊക്കെ നമ്മൾ കേട്ടതാണ്. ഇത്രയും വലിയ ഫളില് നമ്മുടെ ഈ മജ്ലിസ് കിട്ടാനുള്ള കാരണം സ്വലാത്തുൽ ഫാത്തിഹിന്റെ ആ മഹനീയമായ നാവാണ്. എത്രയോ ആളുകൾ രാവിലെയും വൈകുന്നേരവും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണ്. അതിൻ്റെ ഒരു കാരണക്കാരൻ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളാണ്. അള്ളാഹു താല ആ അസറുള്ള നാവ് നിലനിർത്തി തന്ന നമ്മുടെ ഹാജത്തുകളൊക്കെ അള്ളാഹു താല വീട്ടിൽ തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ മജ്ലിസിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി എല്ലാ സമയത്തും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാണ്. രാവിലെ ആയാലും വൈകുന്നേരമായാലും കൂടപ്പിറപ്പിന്റെ വേണ്ടി. ഇനിയിപ്പതാ ഈ 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദുആ, നിങ്ങൾക്കൊരു ഫാത്തിഹ ഉണ്ടാകും. എത്രയോ ഉമ്മമാർ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, ദുആ ചെയ്യണേ, തങ്ങളോട് പറയണേ. കാരണം അവിടെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ എല്ലാം പറയാനൊന്നും സമയം കിട്ടൂല. തങ്ങളോട് പറയണേ. ആ വാക്കുന്നൊരു കിട്ടണം. ഒരു വാക്ക് കിട്ടിയ റാഹത്താകുന്ന ഒരു പ്രതീക്ഷയോടുകൂടി അല്ലാഹു തആല ഒക്കെ ഞങ്ങളിവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഫാത്തിഹ നിങ്ങൾക്കുള്ളതാണ്. ഇതിൻ്റെ താങ്ങും തണലും തൂണുമായ എല്ലാമായ അടിമന്മാരായ ഉമ്മമാരും സഹോദരിമാരും സഹോദരന്മാർക്കും ഉള്ളതാണ്. ഒരു ആമീൻ അല്ലെങ്കിൽ ഒരുപാട് പിന്നെ ഫാത്തിഹകൾ അല്ലാഹു തആല കബൂലാക്കട്ടെ. ഫാത്തിഹ സ്വലാത്തിലേക്ക് കടക്കുകയാണ്. സയ്യിദ് അവറുകളെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റുന്നാണ്. തുണിയൊക്കെ റെഡിയാക്കാണ്. പെണ്ണുങ്ങളെ മുടിയൊക്കെ റെഡിയാക്കാണ്. എല്ലാവരും എഴുന്നേറ്റേക്ക്. നീയത്ത് വെക്ക. എല്ലാവരും എല്ലാവരും ആ തുണിയൊക്കെ ഒന്ന് റെഡിക്കെടുത്താണ്. അവിടെ പോയിരിക്കും. ഒരൊറ്റ മുടിയും കാണാൻ പാടില്ല. നീയത്ത് വെക്കണം കേട്ടോ. ഒരു കാര്യം കൂടി പറയാനുള്ള എന്താ അറിയോ? ഇവിടെ വന്നത് ആർക്കും വെറുതെ ആയിട്ടില്ല. കേൾക്കണോ? നിങ്ങൾക്ക് ആയിട്ടില്ലല്ലോ? പെണ്ണുങ്ങളെ അസുഖം മാറിയോ? അല്ലേ? മാഷാ അല്ലാഹ്. മീതുണ്യ അല്ലേ? റാഹത്തല്ലേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. റാഹത്തല്ലേ? അല്ലാഹു ബർക്കത്ത്. എല്ലാവർക്കും ഖൈറാ. നിങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ വന്നത് വെറുതെ ആയിട്ടില്ല. അപ്പം ഇന്ന് കാസർഗോഡ് നിന്ന് ഇവിടെ വന്നിക്കണേ 15 കൊല്ലമായിട്ട് ക്യാൻസർ ചെയ്യുന്നു. വെള്ളം ഇറക്കാൻ പറ്റില്ല, ഡോക്ടർമാർ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. ആ ഉമ്മ ഈ മജ്ലിസിലുണ്ട്. ഉമ്മ അള്ളാഹനെ സാക്ഷിയാക്കി പറയാം. ഇത്രയും ജനങ്ങളെ മുന്നിൽ കളവ് പറയാൻ പറ്റില്ല. അള്ളാഹു പൊറുക്കൂല. അപ്പം നമ്മൾ നെയ്യത്ത് വെക്കുകയാണ്. എന്താ നിങ്ങളെ വിഷമിച്ച ആ മനസ്സിൽ നിങ്ങൾ നെയ്യത്ത് വെക്കണം. എങ്ങനെ അറിയോ? മക്കളെ കൊണ്ടാണ് ഈ മക്കളെ വിഷമം. വീടില്ലാത്തത്, മക്കളില്ലാത്തത്. നമ്മൾ 101 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുമ്പോൾ ഈ തേനിൽ നമ്മൾ ഊതണം. എന്നിട്ട് എന്ത് ചെയ്യണം? മജ്ലിസ് നമ്മൾ കഴിഞ്ഞ് 31 ഖുൽ ഹുവല്ലാഹു പാട് ഊതും. അത് കഴിഞ്ഞ പാട് 1 ടീസ്പൂൺ എടുത്ത് കഴിക്കണം. നോറ്റോല് കഴിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ? മഴ പെയ്യുമെന്ന് വിചാരിച്ചാണ് കുട വിടുന്നത്.
ഇപ്പൊ വെയിൽ വന്നിട്ട് ചൂടിക്കണം. ഇനി നെയ്ക്കൊണ്ട് വൈകുന്നേരം പെരും മഴയായിരിക്കും അല്ലേ? അല്ല, ഇത് എനിക്ക് ഉറപ്പാണ്. നമ്മളെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് മഴ ഉണ്ടാവില്ല. എൻ്റെ കറാമത്തോടല്ല കേട്ടോ, അതാണ് പേടി. എല്ലാ സ്ഥലത്തും ഒരു ചർച്ച, നൂറെ ഹബീബ് തങ്ങൾ എന്ത് പറഞ്ഞാലും അത് അങ്ങനെയാണ്. എനിക്ക് അസുഖം വന്നപ്പോൾ ഞാൻ ആശുപത്രിക്കാ പോയി അല്ലേ? അപ്പൊ അതൊന്നും ഇല്ല കേട്ടോ, എനിക്ക് കറാമത്തൊന്നുമില്ല. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഞാൻ നീയത്ത് വെച്ച് തരും, അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്ത് കൊടുന്നു തരും. അപ്പൊ ഈ സലാത്തുൽ ഫാത്തിഹ മറക്കരുത്, നീയത്ത് മറക്കരുത്. അങ്ങോട്ട് കൊണ്ടാന്ന് പറയരുത്. കിട്ടുന്നവർക്ക് ലാഭം കേട്ടോ. ചൊല്ലിക്കോ കേട്ടോ. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ.